മോളെ, അമ്മ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ. ഓം സം സമിദ്യുവസേ വിഷന്നഗണേ വിശ്വന്നരയായിളസ്പദേ സമിദ്യസേ. എന്താ ദേവന്റെ വിശേഷം? ദേവൻ നാളെ എത്തും. ഓ സന്തോഷം. ഹലോ ദേവ, ഇന്ന് കുറച്ചു സമയം വൈകിയല്ലോ വിളിക്കാൻ. നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാവൂല്ലേ? ഇവിടത്തെ മോള് അച്ഛൻ കൊണ്ടുവരുന്ന ടോയ്സിനെ പറ്റിയും അച്ഛനെ പറ്റിയും വാദവരാണ്ട് കൂട്ടുകാരികളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ലച്ചു, നിന്നെ ഞാൻ കണ്ടിട്ട് 5 വർഷമായില്ലേ. ഒപ്പം എൻ്റെ മോളെയും അമ്മയെയും. നിനക്കറിയാലോ എൻ്റെ ഇവിടുത്തെ അവസ്ഥ. ദിവസങ്ങൾ എണ്ണി എണ്ണി ഞാൻ കാത്തിരിക്കുക. ഇത്ര നാള് കാത്തിരുന്ന പോലെ അല്ലല്ലോ ദേവ. എന്റെ ദേവ നാളെ വരല്ലേ. മോൾക്ക് ടോയ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ദേവൻ എനിക്കെന്താ കൊണ്ടുവരുന്നേ? അതൊരു സർപ്രൈസ് ആണ് ലച്ചുട്ടി. ലച്ചുട്ടിയും അമ്മയും അമ്മുവല്ലേ എൻ്റെ ലോകം. നീ മോൾക്ക് ഫോൺ കൊടുത്തേ. അമ്മുട്ടി ഇങ്ങ വാ, ദേ അച്ഛൻ വിളിക്കണേ. ഹലോ അച്ഛാ, അച്ഛൻ എപ്പോഴാ വരിക? അച്ഛൻ വരുമ്പോ ടോയ്സ് കൊണ്ടുവരണേ, ചോക്ലേറ്റ്. വരുമ്പോ പാട്ട് പാടാൻ പാവനും കൊണ്ടുവരാൻ മറക്കല്ലേ. അമ്മൂട്ടിക്കപ്പോ അച്ഛനെ കാണണ്ടേ? അച്ഛനല്ലേ ടോയ്സ് കൊണ്ടുവരണേ, അപ്പൊ എനിക്ക് അച്ഛനെ കാണാലോ. അമ്മടി കള്ളി, അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. ആ ദേവാ. അമ്മ എവിടെ ലച്ചു? നാളെ ദേവനിങ്ങ് വരുമല്ലേ, അമ്മ ക്ഷേത്രത്തിൽ പോയേക്കുവാ. ശരി ലച്ചു, ഞാൻ വൈകിട്ട് വിളിക്കാട്ടോ. പഠിക്കട്ടാ മോളെ, പഠിക്ക്. ആരിത്? ഇന്നും രണ്ടുപേരും കടപ്പുറത്തുണ്ടല്ലോ. എത്ര സംസാരിച്ചാലും മതി വരാത്ത കണ്ടിക്കാൻ. എന്റെ സംസാരം കേൾക്കാൻ ആരെങ്കിലും വേണ്ട സൽക്കേട്ടാ. പിന്നെ അമ്മയ്ക്കുള്ള മീൻ വീട്ടിൽ കൊടുത്തിട്ട് പൊക്കോളൂട്ടോ. അമ്മയും മോനൊന്നും മീൻ കൂട്ടണ്ട, സാമ്പാർ കൂട്ടി ചോറുണ്ടാ മതി. നമ്മളെ ചേർത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ. എന്റെ ലക്ഷ്മി,
എല്ലാം പങ്കുവെക്കുന്നത് എൻ്റെ കളിക്കൂട്ടുകാരിയായ ലക്ഷ്മിയോടല്ലേ? കാണിച്ചു തരാ ഞാൻ. അതെ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച രമ്യനെ? പുകലെ നിനക്ക് അറിയാലോ? അറിയാലോടാ. നീ ഇപ്പൊ എന്നെ വിളി. ഇപ്പൊ കടപ്പുറത്ത് ചെന്നാ രണ്ടാളും ഒരുമിച്ച് പച്ചക്ക് നിനക്ക് കത്തിക്കാം. എന്നാ കേറാൻ വേണ്ടിയേ. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി, എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എണ്ണം കെട്ടവനോട് ചുറ്റി കറങ്ങി കിടക്കായിരുന്നു. എന്റെ പൊന്നു സുനി, ഞങ്ങളിവിടെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്റെ പെങ്ങളോട് എന്ത് മണ്ണാങ്കട്ടാണ് നിനക്ക് പറയാനുള്ളത്? അറിയടാ. ഇവര് സംസാരിക്കല്ലായിരുന്നു, ഞാൻ കണ്ടതാ. ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്തവനെ തല്ലി വീഴ്ത്തുവാനുള്ള ആണത്തം. ഈ നിൽക്കുന്നത് നിന്റെ പെങ്ങളല്ല, എന്റെ പെങ്ങളാ. അതുകൊണ്ട് ഈ പുകലക്ക് ഇത്തിരി നോവും. ഇപ്പൊ നീ ഇവരോട് ചെയ്തേനെ നാളെ നീ അനുഭവിക്കേണ്ടി വരും. അടിപൊളി. നിങ്ങൾ ആടി എന്താ മോനെ പ്രശ്നം? എന്താ പ്രശ്നമെന്നാ അച്ഛനോട് പലവട്ടം ഞാൻ പറഞ്ഞ ഈ പുന്നാരമ്മളെ തലയിലെടുത്ത് വെക്കായിരുന്നു. മോനെ, അവൾ എന്തിനാ അകത്തേക്ക് കരഞ്ഞോണ്ട് പോയത്? അവളെ ഉയരം കുറഞ്ഞവന്റെ കൂടെ കടപ്പുറം ഇറങ്ങായിരുന്നു. എന്തൊക്കെ വൃത്തികേടാണ് നീ പറയണത്? എന്താ ഉണ്ടായെന്ന് ചോദിക്ക പുന്നാരം ഉള്ളോട്. ഇവിടെ നിന്നിട്ട് തല വരിക്കും. മോളെ, 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 ലക്ഷ്മി, വാതിൽ തുറക്കും മോളെ. മോളെ, മോളെ, ലക്ഷ്മി, വാതിൽ തുറക്കും മോളെ. വെറുതെ വിട്, ഞാനെല്ലാം പറയാം പിന്നെ. എൻ്റെ മോളെ, ദേവനൊരു ജോലി കിട്ടിയിട്ട് വേണം ഈ വീടും കുടുംബമൊക്കെ ഒന്ന് നന്നാവാൻ. ഈ പെരയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ? ഈ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, ഈ കുഴിയിൽ നിന്ന് നീങ്ങണ്ടേ? ഇപ്പൊ അവൻ ഗൾഫിലേക്കൊക്കെ പോവാൻ നോക്കുന്നുണ്ട്.
ഹലോ ദേവ, എന്താ ലക്ഷ്മി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. നമ്മുടെ ഈ നല്ല സൗഹൃദത്തിൽ എൻ്റെ അനിയനെ ഏണി ഷാജിയും കൂടി പ്രണയത്തിൻ്റെ നിഴൽ വീഴ്ത്തി. ഞാൻ കാരണം ഇനി നിനക്ക് തല്ലുകൊള്ളാനോ വേദനിക്കാനോ പാടില്ല. അതുകൊണ്ട് ദേവ, എൻ്റെ ഇനിയുള്ള ജീവിതം ദേവന്റെ ഭാര്യയെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്താ ലക്ഷ്മി നീ പറയണേ? എൻ്റെ കുറവുകൾ നിനക്കറിയാലോ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. ഞാനൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ നിങ്ങൾ പറയണതൊക്കെ കേട്ടു. എൻ്റെ മോൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി അവനൊരു ജീവിതം കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മനസ്സ് വളരെ വലുതാണ്. എൻ്റെ മരുമകളായിട്ടല്ല, എൻ്റെ സ്വന്തം മോളായിട്ട് ഞാൻ നിന്നെ സ്വീകരിച്ചോളാം. നീ ദേവനെ സ്വപ്നം കണ്ട് നിൽക്കുകയാണോ? നല്ല ആളാ. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അല്ലേ അമ്മേ? അച്ഛമ്മയ്ക്ക് അറിയോ അച്ഛൻ നാളെ എനിക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നു? എൻ്റെ അമ്മക്കുട്ടിക്ക് പാവ കൊണ്ടുവരും, മിഠായി കൊണ്ടുവരും, പീപ്പി കൊണ്ടുവരും, പിന്നെ എന്തൊക്കെ കൊണ്ടുവരും. അച്ഛൻ നാളെ വരില്ലേ? മോളുറങ്ങിയോ? ദൈവമേ ഗുരുവായൂരപ്പ കാത്തോളണേ. ആ അച്ഛൻ തരാം. ഇതെന്താന്ന് നോക്കി. ഹായ് അച്ഛമ്മ നോക്കിയേ. ഇത് നോക്കി. ഹായ് വലിയ ബൊമ്മക്കുട്ടി. അച്ഛമ്മ നോക്കിയേ. കിച്ചൺ സെറ്റ്. നല്ല പാവക്കുട്ടിയല്ലേ? അച്ഛൻ വേറെ എന്താ എനിക്ക് കൊണ്ടുവന്നുള്ള? അച്ഛൻ്റെ മോൾക്ക് ഇനി അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളത് ചക്കരയുമ്മ. അച്ഛൻ്റെ അമ്മക്കുട്ടി. അമ്മ 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 മോളെ, എന്റെ മോള് സ്വപ്നം കാണുന്നതാ. അച്ഛൻ നാളെ വരില്ലേ? എന്റെ കുട്ടി കിടന്നുറങ്ങി. പാവോ. ദേവൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവല്ലോ. ഈ നേരമായിട്ടും വിളിച്ചില്ലല്ലോ.
അമ്മ അച്ഛനെ വിളിച്ച്. ഹലോ അച്ഛ. ആഹാ, അച്ഛൻ്റെ അമ്മൂട്ടിയാ? അമ്മൂട്ടി ഭക്ഷണം കഴിച്ചാ? ഇല്ല അച്ഛ. അച്ഛൻ എന്താ വീട്ടിലേക്ക് വരാത്ത? മോൾക്കറിയാലോ നമ്മുടെ നാട്ടിലെ ആ മഹാമാരി കോവിഡിനെ കുറിച്ച്. അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് വേറെ വീട്ടിൽ താമസിക്കണം. അച്ഛമ്മയ്ക്ക് വയസ്സായി വരല്ലേ, അമ്മൂട്ടി കുഞ്ഞല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ രോഗം വരാതിരിക്കാൻ അച്ഛൻ നമ്മുടെ തറവാട്ടിൽ താമസിക്കുക. അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഊടെ കണ്ണാ. അപ്പൊ ചോക്ലേറ്റ്? ആ അമ്മൂട്ടിക്ക് അച്ഛൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ഇന്നമ്മേ. ആ ശരി ലച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. നാളെ വിളിക്കാട്ടോ. ഗുഡ് നൈറ്റ്. ഹലോ ദേവ. ആലോചിച്ചു 5 വർഷം എത്ര വേഗത്തിലാ പോയത്. ദേവൻ നാട്ടിൽ വന്നിട്ട് ദിവസങ്ങൾ പോവാത്ത പോലെ. ഹലോ അച്ഛൻ, നാളെ എപ്പോഴാ വരിക? നാളില്ല, അച്ഛൻ നാളെ കഴിഞ്ഞിട്ട് വരാട്ടോ. ഇന്നേ അച്ഛൻ അമ്മൂട്ടിനെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങണേ. അതിനച്ഛൻ ഞാൻ ഇവിടെ അല്ലേ. ഇന്നേ അമ്മൂസിന്റെ പാവയെ കെട്ടിപ്പിടിച്ച അച്ഛനുറങ്ങണേ. അപ്പോ എന്റെ മോളായി തോന്നില്ല എനിക്ക്. മോളുറങ്ങിക്കോ, അച്ഛൻ നാളെ വിളിക്കാട്ടോ. ലക്ഷ്മി, പടരുന്നു നീളെ നീളെ എൻ കുഞ്ഞു കാത്തുകാത്തിരുന്നു. കരിമുകിൽ പടരുന്നു നീളെ നീളെ എൻ കുഞ്ഞു കാത്തുകാത്തിരുന്നു. ക്ഷണിക ജീവിത വീഥികളിൽ സൂര്യകിരീടം മറഞ്ഞുപോയി. ചലിതമോഹ നൊമ്പരമായി തരള ജീവിതം തേങ്ങി. എന്റെ തരളമാം ജീവിതം തേങ്ങി. ചില്ലുജാലങ്ങളിൽ ചാരും
അലയുന്നു കാറ്റായി ലോകമേതോ വൻചുഴി നടുവിൽ മുറിപ്പാടുമായി നടന്നകലുന്നു ആത്മസഖി തൻ മൂല്യം കൈവിട്ട പാഠഗണിതമായി സീമന്തരേഖയിൽ സിന്ദൂരമാകുവാൻ നഷ്ട സ്വപ്നങ്ങളെ